അല്ല സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വരാണ്ടായ കാരണം ഒരു ചാനൽ ചർച്ച എനിക്കൊന്ന് കാണാൻ ഇടയായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരാണ്ടായ കാരണം. എനിക്കതൊരു തമാശയായിട്ടാണ് തോന്നിയത് എങ്കിലും നിങ്ങളിലേക്ക് ഇത് എത്തിക്കൽ ഇതിൻ്റെ കടമയായതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് എനിക്ക് ഒരു ആവശ്യമായതുകൊണ്ടാണ് ഞാനിത് ഇടുന്നത്. നിങ്ങളിതൊന്ന് ഫസ്റ്റ് ഇതൊന്ന് കേട്ടേക്ക്. ഒരു ചാനൽ ചർച്ചയാണ് കേട്ടോ. ഇവർ പറഞ്ഞൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന് അങ്ങനെ ഹദീസ് പറഞ്ഞില്ല എന്ന് പറയുന്നത്. ഷാക്കിർ പഠിച്ച ഹദീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളെ കുറിച്ച്? അത് മാത്രം ഒന്ന് അറിയിച്ചാൽ മതി. അതിന് വലിയ പാണ്ഡിത്യം ആവശ്യമില്ലല്ലോ. അടിസ്ഥാനപരമായി എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളോടുള്ള സമീപനം എന്താണ്? ഇപ്പൊ രണ്ട് കാര്യങ്ങൾ. ഷാക്കിറിന്റെ അഭിപ്രായം ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇതിൽ നിങ്ങൾ ശരിക്കൊന്ന് നോക്കണം. ഇതിൽ ആരൊക്കെയാണ് ഈ ചാനലിൽ ഈ ജനം ടി വി എന്ന് പറഞ്ഞ ഈ ജനം ടി വിൻ്റെ ആളുകൾ ഈ വിളിച്ചു വരുത്തിയത് ആരൊക്കെയാണെന്ന് നോക്കണം കേട്ടോ. ആളുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മതി ആരൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. എന്നിട്ടൊരു പാവം മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനെ കൊടുത്തിട്ട് ഈ മുസ്ലിം ലീഗിൻ്റെ ആളുകളെ ഈ അവതാരകൻ സാധാരണ ഒരു ചാനൽ ചർച്ച നടക്കുമ്പോൾ അവതാരകരാണ് ആ ചാനൽ ചർച്ചയിൽ വന്ന ആളുകളെ നിയന്ത്രിക്കുക. ഇത് ആരാണ് ആ ചാനൽ ചർച്ചയിൽ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ കറക്റ്റായിട്ട് നോക്കി. സംബന്ധിച്ച് ഷാക്കിറിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കാം. നിങ്ങള് സത്യത്തിൽ 3 പേരും കൂടി വല്ലാണ്ട് വേർക്കുന്നുണ്ട്. നിങ്ങൾക്കാണ് വേർക്കുന്നത്. ഞങ്ങൾ പറയുന്ന ഒതന്റിക്കായിട്ടുള്ള ഹദീസ് അല്ല എന്ന് സ്ഥാപിക്കൽ നിങ്ങളുടെ വലിയ വിഷമായി മാറിയിരിക്കുകയാണ്. ഈ ജനം ടി വിയിൽ മാത്രമല്ല, നിങ്ങൾ പൊതുവെ ഒന്നുകിൽ നിങ്ങളുടെ ധാരണ പിശക്, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുതാ മനോഭാവം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവരക്കേട്, ഈ 3-1 കൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വ്യാപകമായി കളവ് പ്രചരിപ്പിക്കുകയാണ്. കണ്ടോ, അഭിപ്രായം പറയും ഒരു അവതാരകൻ. ഞാനിതിലെ വിഷയങ്ങളൊന്നും ഇത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അത് ഉസ്താദിന്റെ മതം അടിസ്ഥാനമാക്കിയിട്ടാണ് പറഞ്ഞത്. എങ്കിലും അതിന് ഇവരെന്തിനാണ് കടന്നുകാണ്ടതാകുന്നത്? ആ ചർച്ചയ്ക്ക് തന്നെ ഞാൻ പോകണില്ല. ഞാൻ ഈ വീഡിയോയിൽ വരാണ്ടായ കാരണം തന്നെ, ഒരു ചാനൽ ചർച്ച നടത്തുമ്പോൾ ആ ചാനലിൽ ഒരു അവതാരകൻ ഉണ്ടാവും. ഒരു ആരൊക്കെ എന്തൊക്കെ പറയണം, ആരോടൊക്കെ എന്തൊക്കെ പറയരുത് എന്ന് പറയാൻ ഒരു അവതാരകനുണ്ട്. ആ അവതാരകന് ഈ ജാമിദ ടീച്ചറാണ് അവതാരകന്റെ റോള് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കേട്ടോക്കി. അത് ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു പാപ്പരത്വം, ഈ ഒരു ജനം ടി വി എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൻ്റെ ഒരു പാപ്പരത്വം അടി പോയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എവിടുന്നാണ്, ഈ ചെങ്ങൈമാർക്ക് എവിടുന്നാണ് ഇതുപോലത്തെ ആളുകളെ കിട്ടുന്നത്? ഒരു യാഥാർത്ഥ നല്ല ആൾക്കാരെ അവർക്ക് കിട്ടുമോ? ഒരു നല്ലൊരു ആളുകളെ ചർച്ചയ്ക്ക് ഈ ചാനലുകാർക്ക് കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇതുപോലത്തെ ചെങ്ങായി ആരിഫ് ഹുസൈന്, അതുപോലെ ജാമിദ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ശശികല ടീച്ചർ എന്നൊക്കെ പറയുന്ന പോലെ, ശശികല ടീച്ചർ എന്ന് ആരും പറയല്ലോ ആ ടീച്ചറെ പറ്റി. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് കേട്ടോക്കി. ഞാൻ അധികം സംസാരിക്കണില്ല, നിങ്ങൾ കേട്ടോ. ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ചയ്ക്കെടുത്ത വിഷയം എന്താണ്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. ആ പരാമർശത്തെ കുറിച്ച് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ അനിൽ നമ്പ്യാർ ചോദിച്ചു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, എനിക്കും പറയാം. ഞാൻ പറഞ്ഞു, അത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? നിങ്ങൾ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോ. അതിന് നിങ്ങൾ അദ്ദേഹത്തിന്റെ മേലിട്ട് കുതിര കയറാൻ നിൽക്കണോ? ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ചാനലിന്റെ നിയന്ത്രണം
ഈ മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തകരല്ലാത്ത 3 പേരും ഏറ്റെടുക്കുകയാണ്. ഈ മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തകരും ആ അവതാരകനും വെറുതെ അന്തം വിട്ട് നോക്കിക്കുക. കാരണം ഒക്കെ പിന്നെ ഇവരെ ആളുകളല്ലേ കൊടുക്കുന്നത്, എക്സ് മുസ്ലിങ്ങളെ. ഏതായാലും ഞാൻ ആലോചിച്ചു പോണ അതല്ല, ഒരു ചാനൽ ഇത്ര അടി പോണെങ്കിൽ, അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്, ഒരു ചാനലിൽ വന്നിട്ട് കുറച്ച് ആളുകൾ, അല്ലാത്ത വിഷയങ്ങളൊന്നും ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ല, ഇതിന്റെ നിയന്ത്രണം ആരാണ് ഏറ്റെടുക്കുന്നതെന്ന് നോക്കിക്കോട്ടോ. അതെ, അത് ഇസ്ലാം ആണോ എന്നാണ് ചോദ്യം. അയാള് പറഞ്ഞ അഭിപ്രായം വെറും കിഴങ്ങനെ പോലെ നോക്കി നിൽക്കുകയാണ് ആര്, ആ അവതാരകൻ. ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വീട്ടിനകത്ത് പറഞ്ഞതല്ല, വീട്ടിനകത്ത് അദ്ദേഹത്തിന്റെ പറഞ്ഞതല്ല. അദ്ദേഹം എവിടെ പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ആരിഫ് ഹുസൈൻ എന്തോ പറയാണ്ട് ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഈ ജനം TV പോലത്ത ഈ ഇങ്ങനത്തെ തരം താഴ്ന്ന TV-യിലേക്കൊന്നും ഒരു മനുഷ്യന്മാരും പോകരുത്. ഒരു പാർട്ടിയിലെ ആളുകളും പോയിട്ട് ഓൽക്കൊരു റീച്ചോ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓല് മനുഷ്യന്മാരാരും വിളിക്കൂല. ഇത് ഈ ചർച്ച ജാമിദ ടീച്ചറും അതുപോലെ ഈ ചങ്ങായിമാരൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റോനും റോളൊന്നുമില്ല, മറ്റോ അതിങ്ങനെ കണ്ടുത്തിരിക്കുക, ഇങ്ങനെ നോക്കി കുത്തിരിക്കുക. ഇങ്ങനത്തെ ഓരോ ചാനലുകൾ എവിടെയും കണ്ടുക്കണോ? അപ്പോൾ അങ്ങനത്തെ പിന്നെ അരപ്പുടിച്ച ആളുകൾ വന്നുകാണ്ട് ചാനലിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ദയവ് വിചാരിച്ച് നമ്മുടെ ഈ ജനം TV-യുടെ പാർട്ടിക്കാരല്ലാത്തവരാരും ഈ ചർച്ചയ്ക്ക് പോകരുത് എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ. അല്ലാതെ AP ഉസ്താദ് കാന്തപുരം എന്ത് പറഞ്ഞോ, ആ നിലപാടൊക്കെയാണെങ്കിൽ ചർച്ച ചെയ്യണത്, അത് ചർച്ച ചെയ്യാൻ പറ്റുമല്ലോ? വായി കൂടെ എന്തൊക്കെയാ വരുന്നത് തന്നെ നമുക്ക് കുറേ അതും ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഞാൻ ഒഴിവാക്കിയിട്ടാണ് ഈ വിട്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.